ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബ് റഷ്യ-ഉക്രൈൻ സംഘർഷത്തിന് പരിഹാരം കാണാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പ്രശ്നത്തിൽ ഇന്ത്യക്ക് വലിയ ഭൗമരാഷ്ട്രീയ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സ്റ്റേക്സ് ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കവേ താൻ അടുത്തിടെ പ്രധാനമന്ത്രി മോദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് ആശയവിനിമയം നടത്തിയതായും സ്റ്റബ്ബ് പറഞ്ഞു. ഇന്ത്യയുടെ പങ്കാളിത്തം നിർണായകമാണെന്ന് വീണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്കുള്ള ഘട്ടം ഘട്ടമായ റോഡ് മാപ്പും അദ്ദേഹം അവതരിപ്പിച്ചു. ഇതിൽ ആദ്യമായി വരുന്നത് ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വെടിനിർത്തൽ, തുടർന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ചർച്ചകൾക്കായുള്ള തീയതി നിശ്ചയിക്കൽ, പിന്നീട് നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ ചർച്ചാ അജണ്ട രൂപപ്പെടുത്തൽ എന്നിവയാണ്. ഇതോടൊപ്പം മോസ്കോയ്ക്കെതിരായ സമ്മർദ്ദം ശക്തിപ്പെടുത്താൻ കൂടുതൽ ഉപരോധങ്ങൾ തുടരേണ്ടതുണ്ടെന്നും ഉക്രൈനിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആധുനിക അല്ലെങ്കിൽ അധിക സൈനിക സഹായം നൽകണമെന്നും സ്റ്റബ്ബ് വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം, വ്യാപാരം, സാങ്കേതികവിദ്യ, കാലാവസ്ഥാ സ്ഥിരത, ആഗോള ഭരണക്രമം എന്നിവയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും അദ്ദേഹം മോദിയുമായി നടന്ന അടുത്തകാല ചർച്ചകളിൽ നടത്തി എന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശത്തെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകരമായ പ്രധാന ഡിപ്ലോമാറ്റിക് പങ്കാളി എന്ന നിലയിലാണ് സ്റ്റബ്ബ് ഇന്ത്യയെ മുന്നോട്ട് വച്ചത്.